മനുഷ്യൻ അവിടെ ഇല്ല. ഇത് എന്തോ ശല്യമാണെന്ന് നോക്ക്. ആചാരി അവിടെ ഉണ്ടായി എന്തോ എനിക്കൊന്ന് എനിക്കൊന്ന് നിങ്ങൾ വേറെ ആൾക്കാർ ഇവിടെ വന്ന നിങ്ങളെ ഭർത്താക്കന്മാരും കൂടി എന്നെ ഇവിടെ ഒരു ആചാര്യനുണ്ട്. മദ്യപിക്കുന്നവരുടെ എല്ലാം മാറ്റും, ദുശീലങ്ങൾ മൊത്തത്തിൽ മാറ്റും. പക്ഷെ എനിക്കൊരു ഭർത്താവുണ്ട്, വെള്ളടിച്ച സാധാരണ ഭർത്താക്കന്മാരെ കണക്കല്ല. എവിടെ പാട്ട് കേക്കോ അവിടെ അങ്ങേര് ക്യാമറ കളിക്കും. അതാണ് അങ്ങയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. ഇങ്ങനെ വെള്ളമടിക്കുന്നവരുണ്ടോ? എന്റെ മനുഷ്യ, എവിടെയെങ്കിലും പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കാരണം എനിക്ക് ഒരു നിവർത്തിയില്ല. ഇത് എന്തോന്നിത്? നിങ്ങളെ പറ്റിയപ്പോ ഷാജി വരെ എന്തൊക്കെ പറഞ്ഞു നടക്കുന്നത് അറിയാവോ? ഷാജി എന്തോ പറഞ്ഞത്? നിങ്ങൾ ഭയങ്കര വെള്ളം അടിച്ച് നടുറോട്ടി കിടന്ന് ഡാൻസ് ആണെന്ന് ഷാജി അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ശരിയാക്കി തരാം ഷാജിയെ. ഷാജി, ഞാൻ നീയായിട്ട് ഒരു പ്രശ്നമില്ല. നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിന്റെ കൈ വെച്ചേക്കണം. പറഞ്ഞേട്ടാ, നിങ്ങൾ ആ നടുറോട്ടി കിടന്ന കാര്യം ചോദിച്ചേ. ഷാജി, എന്റെ സ്വാതന്ത്ര്യം ചെവിക്കലായിട്ട് ഞാൻ പൊട്ടിക്കും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നടുറോട്ടി കിടന്ന കാര്യം ചോദിച്ചേ. ഇനി ആദ്യം കേന്ദ്ര മന്ത്രാലയത്തിന്റെ പരസ്യം തീരട്ടെ, എന്നിട്ട് പിന്നെ ഷാജി എന്തൊരു പരസ്യം പരസ്യം. ചുമ്മാതല്ല ഷീല ചേച്ചിയൊക്കെ പറയണത്. ബുദ്ധിയില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വെള്ളം അടിച്ചോണ്ട് നടക്കണേന്ന്. വിദ്യാഭ്യാസം ഇല്ല. എടി, എന്നെ പോലുള്ള കുടിയന്മാര് പറയുന്നത് ഇംഗ്ലീഷ് ആരെങ്കിലും പറയുമോടി? നിങ്ങൾ ഇംഗ്ലീഷ് പറയോ? എടി, ബിവറേജ് ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷാ. ഗ്ലാസ്, പെഗ്, ടച്ചിങ്സ്, ലിക്കർ. പിന്നെന്താണ് ഷീലയെ ഒരാളെ തല്ലുമ്പോ മുട്ടിന് താഴെ നമ്മൾ തല്ലണം. എന്തിനാണ് ഇങ്ങനെ തല്ലുന്നത്? ഞാൻ പല പ്രാവശ്യം ഷീലയെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതെ, ഭാര്യമാരെ തല്ലുകയാണോ? അല്ലെന്ന്, എന്റെ ഭാര്യ എന്റെ കുനിച്ച് എടുത്തിട്ടേ എന്നെ കുമ്മാട്ടിടി ഇടിച്ചാളോ നീ? കുമ്മാട്ടിക്കാ? അതേന്ന്, അവളൊരു പ്രത്യേകതര ഇടിയാണ് കുമ്മാട്ടിടി. നിങ്ങൾ അടിച്ചാ? ഇത് എന്തൊരു സ്ത്രീയാണ്! ഭർത്താക്കന്മാരെ തല്ലുന്ന ഒരു സ്ത്രീ. എവിടെയെന്ന് വെച്ച് പുലർത്തത്ത് കൊണ്ടുപോയി കേസ് കൊട്. അത് പോട്ട്, എന്തിനാ നിങ്ങൾ തല്ലിയത്? അവള് ചിട്ടിക്കൊടുക്കാൻ പറ്റുന്ന പൈസ എടുത്ത് ഞാൻ പാപ്പം മേടിച്ചേന്. അല്ല, ഞാൻ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നിങ്ങൾ ആരാ മനസ്സിലായില്ല? അവളെ ഭർത്താവാണ് ഞാൻ. പറഞ്ഞോണ്ട് മനസ്സിലായി കേട്ടോ. പാവാട കണ്ട നാത്തൂനാണെന്നേ തോന്നുന്നു. കണ്ടിട്ട് പരിചയപ്പെട്ടതിന് സന്തോഷം. സാറേ, ഈ ഡ്രസ്സിന് എന്താണ് സാറേ കുഴപ്പം? അയ്യോ, ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം MLA ഇതേ ഡ്രസ് ഇട്ടുണ്ടല്ലേ വന്നത്. മാത്രമല്ല, പുള്ളി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള MLA മാരും ഇതേ ഡ്രസ് ഇടണമെന്ന്. ഇളവി നിൽക്കുമെന്നല്ലേ? ആരാ മനസ്സിലായില്ലത്? അതിന്റെ ഭർത്താവാണ്. ആണല്ലേ? എന്താ സംഭവം? എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പോയിട്ട് തിരിച്ചു വന്ന് മദ്യപിച്ച് നടന്നിട്ട് ഡാൻസാ. മനസ്സിലായില്ല? ഇങ്ങനെ രാവിലെ പണിക്ക് പോകും, എന്നിട്ട് തിരിച്ചു വന്ന് മദ്യപിച്ചോണ്ട് വന്നിട്ട് നടുറോട്ടി കിടന്ന് ഡാൻസ്. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നാമത് ഓൾറെഡി എനിക്കൊരു പ്രാന്തുള്ളവനായിരുന്നു ഞാൻ. സ്വന്തമായിട്ട് ചികിത്സിച്ച് അത് മാറ്റിയവനാണ് ഞാൻ. എന്നെ ദേവി ചെയ്ത് പ്രാന്ത് അളപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി ഓടും. അങ്ങനത്തെവനാണ് ഞാൻ. കേട്ടോ? മനസ്സിലായോ? പിന്നെ എന്റെ ചികിത്സയുടെ ഒരു കാര്യം നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്കിവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ. അയ്യോ, സ്റ്റേ പറ്റൂല. എന്ത് സ്റ്റേ പറ്റത്തില്ല? നമ്മൾ വണ്ടി കയറി അങ്ങ് പോകണം, ഇവിടെ വരണം. സ്റ്റേ പറ്റത്തില്ല. നമ്മൾ വേണമെങ്കിൽ ഇവിടെ താമസിച്ച് ചികിത്സിക്കാം. നിങ്ങൾ ഏതുവരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. അപ്പൊ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നതാണ് നല്ലത്. എന്റെ നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാൽ ശരിയാവില്ല. നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ ഷുറെന്നും പറഞ്ഞ് ഇറങ്ങി വരാം. ഓക്കെ, ക്ലാസ് ഒന്ന് തുടങ്ങിയിരുന്നെങ്കിൽ പെട്ടെന്ന് പോവായിരുന്നു. ക്ലാസ് ഒന്നും തുടങ്ങി. ഓക്കെ, നമുക്ക് യോഗയിലേക്ക് കിടക്കാം. ഓക്കെ. അല്ല, എത്ര ചെലവ് വരും സാറേ? എന്തെന്നാണ് ഈ ഗോവയിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ? ഗോവയിൽ പോയി കിടക്കാന്നാണോ പറഞ്ഞത്? യോഗയിലേക്ക് കിടക്കാന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് മനുഷ്യനാണിത്? ഈ പുള്ളി എന്താ ഇങ്ങനെ? ആൾക്കാരുടെ അടുത്ത് ഒരു സ്ഥലത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ ചികിത്സ ഇത് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. ഇനി ഇവിടെ നിന്ന് വല്ലതും പറഞ്ഞു ഒറ്റ കയറി ഞാൻ കരുതില്ല. ചൂടാവരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം. നമ്മൾ സഹജീവികളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. അത് മനസ്സിലാക്കണം കേട്ടോ. സഹജീവികളോട് സ്നേഹിക്കാൻ പഠിക്കണം. ഒരു കോളുണ്ട്. ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വലത് മേശയിൽ ഇരിക്കുന്ന ആ ചോറെടുക്കും, അതെടുത്ത് കഴിക്കും. എടാ, കാലം വരുമ്പോ കക്കൂസ് കയറി ഒളിച്ചിരിക്കുന്നവനെ അതെടുത്ത് കഴിക്കാൻ നീ. ഞാൻ വന്നിട്ടെന്നെങ്കിലും കഴിക്കാൻ പറ്റുമോ? എന്തോ പറയാനാന്ന് പറ. ആരെ സാറേ ഫോണില്? അച്ഛനാന്ന്. ഞാൻ ചെന്ന് ഇട്ട് കൊടുത്താലേ പുള്ളി കഴിക്കും. പുള്ളിക്ക് എടുത്ത് വിളമ്പി കഴിക്കത്തില്ല. ഇത് എന്തൊരു മനുഷ്യനായി ഇത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സഹജീവികളോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം. ഇത് നമ്മുടെ ചികിത്സയല്ല. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് ഞാനെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൂട്ടുകാരൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്നോട് പറയുന്നു. അപ്പൊ കൂട്ടുകാരനോട് തുറന്നു പറയൂ. സാറേ, ഞാൻ കൂട്ടുകാരനായ സ്ഥിതിക്ക് നമുക്കൊരു പൈൻ്റെ അടുത്ത് വെച്ച് അടിച്ചാലാ? അങ്ങോട്ട് മാറി. ഇതാണോ ചെയ്യേണ്ടത്? പൈൻ്റെ അടുത്ത് വെച്ച് കഴിക്കണം, നിങ്ങൾ പോയി കഴിക്കണം. കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി ഉടനെ പൈൻ്റെ അടുത്ത് വെച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ എന്നെ വഴി തെറ്റിക്കോ? സാർ ആദ്യം അവളെ തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ സാർ വഴി തെറ്റും. ഒരാളെടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടെ? ഇങ്ങനെ തന്നെ സാറേ, എവിടെ ചെന്നാൽ ആൾക്കാരടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് പെരുമാറാൻ അറിയാവോ? സാരി നേരെ പിടിച്ചു പോയി.
ഇതൊക്കെ ഇങ്ങനെ വെള്ളം അടിക്കാൻ കാരണം, മദ്യപിക്കാൻ കാരണം നമ്മളെ കുടുംബത്തിന്റെ ചില പ്രശ്നങ്ങളാണ്. ആ കുടുംബത്തിലെ കാര്യം നീ ഒന്നും പണയണ്ട, ഞാൻ പറഞ്ഞുതരാം. പറയൂ സാറേ, എവള് കുടംപുളിയിട്ട് മീൻകറി വെച്ച എന്റെ അമ്മയ്ക്ക് പിടിക്കൂല. അമ്മ കുടംപുളിയിട്ട് മീൻകറി വെച്ച് കഴിഞ്ഞാൽ എന്റെ എവക്കും പിടിക്കൂല. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ നല്ലത് കുടംപുളിയിട്ട് മീൻകറി വെക്കും. എടാ അടുക്കള പറഞ്ഞി, നീ എന്തിനാ മീൻകറി വെക്കാൻ വേണ്ടി അടുക്കള കയറുന്നത്? ഇനി മേലാ നിങ്ങൾ കുടംപുള്ളിയിട്ട് മീൻകറി വെക്കാൻ വേണ്ടി അടുക്കള കയറിയുണ്ടല്ലോ. സാറ് ആരെയാ സാറേ കളിയാക്കുന്നത്? സാറ് ഞാൻ ആരാണെന്ന് അറിയാമോ സാറേ? അടുത്ത ആഴ്ച ഡോക്ടറേറ്റ് കിട്ടുന്ന ആളാ ഞാൻ. അയ്യോ അതാണ് കേട്ടോ കക്ഷിയെ ഞാൻ എവിടെയോ നല്ല ഒരു പൊസിഷനിൽ കണ്ടൊരു മറവി എനിക്കുണ്ട്. ഈ കക്ഷി ഏതുവരെ പഠിച്ചായിരുന്നു? 7ാം ക്ലാസ്സിൽ ഉച്ചക്കഞ്ഞി നിർത്തിയപ്പം പഠിത്തം നിർത്തി. സാറേ നമുക്ക് ഇതിന്റെ ഇതൊക്കെ പഠിക്കാം, യോഗ പഠിക്കാം, ആസനങ്ങളൊക്കെ പഠിപ്പിച്ചാൽ പോകായിരുന്നു. അപ്പൊ നമുക്ക് ആസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസനങ്ങൾ പലവിധമാണ്. അതെനിക്കറിയാം, പലവിധമാണ്. എന്ത്? എനിക്കുള്ളത് പോലെയല്ല സാധനമുള്ളത്, സാധനം പോലെ ഉള്ളതല്ല മറ്റുള്ളവർക്കുള്ളത്. പല ചെറുതുപോലെ പല പല ആസനങ്ങളുണ്ട് സാറേ. നിങ്ങൾക്കുള്ള വലുതാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പാള വെച്ചിട്ട് ഇവിടെ ഒരു നിറങ്ങി ചെറുതാക്ക്. അതാണോ പറഞ്ഞത്? യോഗയിലുള്ള ആസനങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാം പഠിക്കേണ്ട സാറേ, പൈസ കുറവാണ്, ബഡ്ജറ്റ് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ബഡ്ജറ്റിനനുസരിച്ച് ഒരു കുരുട്ടാസനത്തിലേക്ക് പോവാം. കുരുട്ടാസനം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കണ്ണടച്ച് പിടിക്കുക. ദിസ് ഈസ് ഹ്യൂമൻ ബോഡി, ദിസ് ഈസ് ട്രാക്ക് ആൻഡ് ട്രോളി. നിങ്ങളിപ്പോൾ കോവളം ബീച്ചിലാണ് നിൽക്കുന്നത്. കോവളം ബീച്ചിന്റെ നടുക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. മനസ്സിലായോ? അവിടത്തേക്ക് മനസ്സ് കൊണ്ടെത്തിക്കുക. സാറേ, എന്റെ ഒരു കണ്ണൊന്നും തുറന്നു പിടിച്ചോട്ടാ സാറേ. എന്തിനാണ് ഈ കോവളം കടപ്പുറത്ത് മതാം കിടക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാറേ. കണ്ണിപ്പോ തൽക്കാലം അടുത്ത് ദിസ് ഈസ് ഹ്യൂമൻ ബോഡി. നിങ്ങളുടെ കറക്റ്റ് വീട് എവിടാന്ന് പറഞ്ഞാ? കിളിമാന്റെ എവിടെ? കാട്ടുംപുറത്ത്. ദിസ് ഈസ് ട്രാക്ക് ആൻഡ് ട്രോളി. കണ്ണടച്ച് പിടിച്ചോളൂ. കാട്ടുംപുറത്ത് എവിടെ? പുതുശ്ശേരി മുക്കില്ലേ? പുതുശ്ശേരി മുക്കില്ല അല്ലേ? അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഓക്കെ, കണ്ണടച്ച് പിടിച്ചോളൂ. കണ്ണടച്ച് പിടിച്ചോളൂ. വീട്ടിലാരൊക്കെ ഉണ്ട്? അയ്യോ, അച്ഛനമ്മയൊക്കെ ജോലിക്കോ, പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാനൊക്കെ. കണ്ണടച്ച് പിടിച്ചോളൂ. സാറേ, എത്ര കണ്ണടച്ച് പിടിച്ചാലും കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചോളം ഞാൻ അറിയും സാറേ. സംശയം ഇതാണ്, നിങ്ങൾക്ക് സംശയമുണ്ട് സാറേ. സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ വീട്ടിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ഒരു പൂവൻകോഴി ഉണ്ടായിരുന്നു, ചുമന്ന പൂവൻകോഴി. എന്റെ വീട്ടിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള പിടക്കോഴിയും ഉണ്ടായിരുന്നു. ഇതിന് രണ്ടിനും കൂടി 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഏതൊക്കെ കളർ കുഞ്ഞുങ്ങളാണെന്നറിയാവോ? വെള്ള കോഴിക്കുഞ്ഞും കറുത്ത കോഴിക്കുഞ്ഞും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സാറിന്റെ വീട്ടിൽ ഒരു അവിഹിതം നടക്കുമ്പം സാറ് നമ്മളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് സാർ. ഇത് ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കൊള്ളണം. അവിഹിതം? ഓ, നിങ്ങൾ പറഞ്ഞു കോഴിയുടെ അവിഹിതം. ഒരു കാര്യം പറഞ്ഞു സാറിന്റെ മുഖത്തേക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നിനക്ക് മൂളയില്ലേ നിനക്ക്? നീ എന്തോ സംസാരിക്കുന്ന? എടി, ഈ സാറാ കോഴിക്ക് പാർപ്പിടം കൊടുത്തു, ആഹാരം കൊടുത്തു. സാറിന്റെ കണ്ണൊന്നും തെറ്റിയപ്പോൾ സംഭവിച്ചതാണത്. 2 എണ്ണം ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോകണം. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലായി. 2 എണ്ണം ഇവിടെ ക്ലിപ്പ് ഇറങ്ങിപ്പോകണം. അയ്യോ, ഞാൻ മൊത്തത്തിലുള്ളതെല്ലാം പറഞ്ഞു. ഒന്നും പറയണ്ട. അയ്യോ, അതല്ലെന്ന് വരാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഇടയ്ക്ക് സമയം പോകാൻ വേണ്ടി ഞാൻ പാടുമ്പോ അന്നെ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു? അതായത് നമ്മൾ വീട്ടിൽ ചെയ്തോണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആദ്യം കാണിക്കണ്ടായിരുന്നു. അത് പറ. ഞാൻ പാടാണോ? നിങ്ങൾ പാട്. പിടിപ്പ് ചുമക്കണം മണ്ണാത്തി പെണ്ണിന്റെ തലയിൽ എഴുതി വെച്ച ഭഗവാനെ, ഈ ഗതി മറ്റാർക്കും വരുത്തരുതേ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി? അണ്ണന് ബോറടിക്കും. ബോറടിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഞാൻ കുറച്ച് മദ്യം ഒഴിച്ച് അണ്ണൻ കൊടുക്കും, അണ്ണൻ കുടിക്കും. ഒഴിച്ചു കൊടുക്കും, അണ്ണൻ കുടിക്കും. ഇത് ആദ്യമേ എന്റെ അടുത്ത് പറയണ്ടായിരുന്നു. ഇത് നമുക്ക് റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കി. ഇത് യോഗയിലുണ്ട് ഇതിന്റെ ചികിത്സ. ചെയ്യും. മുമ്പേ വരേണ്ടതായിരുന്നു ഇവിടെ. അപ്പൊ നമുക്ക് ചികിത്സ ആരംഭിക്കാം. വടക്കോട്ട് നോക്കി നിന്നോളൂ. വടക്കോട്ട് തന്നെ നോക്കി നിന്നോ. അപ്പൊ ഇതിന് യോഗയിൽ പറയുന്ന എന്താണെന്നറിയാവോ? പൃഷ്ഠപ്രഹരാസനം എന്ന് പറയും. സ്വന്തം ഭർത്താവിന് മദ്യം പാവാടായിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. സ്വന്തം ഭർത്താവിന് മദ്യം ഒഴിച്ചു കൊടുത്ത് ഡാൻസ് കളിപ്പിച്ചിട്ട് നമുക്കാ തെറ്റി പറ്റിയത്. എന്ത്? ആ പാട്ടല്ല പാടേണ്ടിരുന്നത്. പിന്നെ കുലദേവതേ കുലദേവതേ കാലം കാക്കുന്ന കുലദേവതേ. ആചാര്യ ഇവിടെ പോണു. ഈ യോഗ നിങ്ങൾ എടുത്തോളൂ, ഞാൻ പോണ എന്റെ കാര്യം നോക്കി.